ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ആരെ കുട്ടിയാന്നുള്ളതാ ചോദ്യം. ഞാൻ UDFന്റെ കുട്ടിയാണ്. ഞാൻ ഇവിടെയുള്ള പേരാമ്പ്രയിലുള്ള അമ്മമാരുടെ, ഉമ്മമാരുടെ, അച്ഛന്മാരുടെ, ഇവിടെ എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളെ എല്ലാവരെയും പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കുട്ടി തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഒരു കാര്യം, ഇന്നലെ ഈ വെൽഫെയർ പാർട്ടിയുടെ സ്വീകരണ സമ്മേളനത്തിലേക്ക് ദഹലിയ വന്നില്ല. അത് ആദ്യം പേരുണ്ടായിരുന്നു, പിന്നീട് വന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ ശേഷം മാറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇത് നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിൽ കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. സംഭവം ഞങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള പകുതി സ്ഥലങ്ങൾ നമ്മൾ അവസാനം പോയിട്ടുള്ളത് പിന്നെ കണ്ണാട്ടിയല്ല, ഉച്ചയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇടിവെട്ടി ആ ഏരിയയിൽ. അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് യഥാർത്ഥത്തിൽ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് ഉറക്കത്തിൻ്റെ പ്രശ്നം. ഇന്നലെ നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് BP-യുടെ ഒരു ലോ ആയതിന് ശേഷം ഒരു പ്രോബ്ലം ഒന്ന് ഡ്രിപ്പ് ഇടാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ബാക്കി ഞാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള വിവരവും കാര്യമൊക്കെ നിങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ പറയുന്നതായിട്ട് അറിഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ 2 പോയിന്റുകളെ നമുക്ക് പോകാൻ പറ്റാത്തതുള്ളൂ. ബാക്കി വീണ്ടും ഞാൻ 6 മണിക്ക് ശേഷം ഈ ഞങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അങ്ങനെ ഞങ്ങളെ പ്രോഗ്രാം പ്രകാരം 2 പോയിന്റുകളെ ഇന്നലെ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ളൂ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ അമാന എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റ്യാടിയുള്ള ഒരു ക്ലിനിക്കിൽ പോയി. അവിടെ നിന്ന് ഡ്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. എനിക്കൊരു ചെറിയൊരു പവർ നാപ്പ് കിട്ടിയാൽ തീരുന്ന ഇഷ്യൂ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ പ്രോഗ്രാം ഷെഡ്യൂളിനനുസരിച്ചിട്ട് നീങ്ങി. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റ് ആയിരുന്നു. ആ സമയത്ത് BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരുടെ ഒരു പിന്നെ വോട്ട് വാങ്ങിക്കൊണ്ട് സാധ്യതയുണ്ടാ നിങ്ങൾ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരുമെന്ന് ഞാൻ 100% പറയുകയാണ്. എന്നോട് ഇത്രയും കാലം നിങ്ങൾ സംസാരിച്ചതിൽ, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ അത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള യാതൊരു കൂട്ടുനിൽക്കലിനും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതൊരിക്കലും ചെയ്യുകയുമില്ല. അങ്ങനെ ഒരു വിജയം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് വർഗീയപരമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഇവിടെയുള്ള LDF സംവിധാനമാണ്. അവരാണ് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് തയ്യാറാക്കിയത്. ആ അനൗൺസ്മെൻറ്റിൻ്റെ ബാധ്യത പിന്നെ അവർക്കുണ്ട് എന്ന് 100% തെളിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കൗണ്ടർ കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ നാട്ടിലുള്ള ആളുകളെ ഇവരെന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയാണോ മനസ്സിലാക്കിയത്? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ MLA ആയിരുന്ന, ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലുള്ള ആളുകളെ ഈ രൂപത്തിലാണ് നോക്കിക്കാണുന്നത്. അങ്ങനെയല്ലല്ലോ. ഇവർ നല്ല മതേതര ബോധമുള്ള ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ കാർഡുമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ആരെ കുട്ടിയാന്നുള്ളതാ ചോദ്യം. ഞാൻ UDFന്റെ കുട്ടിയാണ്. ഞാൻ ഇവിടെയുള്ള പേരാമ്പ്രയിലുള്ള അമ്മമാരുടെ, ഉമ്മമാരുടെ, അച്ഛന്മാരുടെ, ഇവിടെ എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളെ എല്ലാവരെയും പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കുട്ടി തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട.